അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് 9 സെന്റിൽ 990 സ്ക്വയർ ഫീറ്റിൽ 18 ലക്ഷം കൊണ്ട് നിർമ്മിച്ച മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. മലപ്പുറം ജില്ലയിൽ മഞ്ചേരി പുല്ലഞ്ചേരി എരണിക്കലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഷൗക്കത്താൻ മുബഷിറ ദമ്പതികളുടെ വീടാണ്. അറ്റാച്ച്ഡ് ബെഡ്റൂം, ലിവിംഗ്, ഡൈനിങ് ഏരിയ, കിച്ചൺ, വർക്കിംഗ് കിച്ചൺ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. വീടിന്റെ മുറ്റ ചുറ്റുഭാഗം മെറ്റലാണ് വിരിച്ചിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ടിലേക്കും സൈഡിലേക്കാണ് അത്യാവശ്യം മുറ്റം ലഭിച്ചിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് LED ലൈറ്റ്സ്, സ്പോട്ട് ലൈറ്റ്സ്, ഷോ വാള്, ഗ്രൂ ഡിസൈൻ എല്ലാം നൽകിയിട്ടുണ്ട്. 2 ബെഡ്റൂമാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. വീടിന്റെ കളർ തീമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ആൻഡ് ലാവൻഡർ കളറാണ് ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ടിൽ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ ഫ്രൂട്ട് പ്ലാന്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ്. മുകളിൽ പാരപ്പറ്റിന്റെ ഹാൻഡിൽ GI പൈപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിന്റെ വിൻഡോസ് എല്ലാം വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണുന്ന വിൻഡോസിന്റെ ചുറ്റുഭാഗം ഷോവാളാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ ഇടയിലായിട്ട് ഗ്രൂ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രൂ ഡിസൈൻ ആണ് വീടിനെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത്. ഇടയിൽ സ്പോട്ട് ലൈറ്റ്, LED ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വിൻഡോസിന്റെ താഴെയായിട്ട് പ്ലാന്റ്സ് സെറ്റ് ചെയ്യാനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. ഇനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിലേക്കാണ്. ഓപ്പൺ സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ മുകളിൽ പോളി കാർബൺ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് 2 സ്റ്റെപ്പുകൾ നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് അവിടെ വിരിച്ചിട്ടുള്ളത്. സ്റ്റെപ്പിന്റെ 2 സൈഡിലായിട്ടും നേച്ചറൽ പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിന്റെ ഈ ഒരു സൈഡിലായിട്ട് സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. മൊത്തം ഫ്ലോറിൽ മാർബിൾ ആണ് വിരിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിന്റെ മുകളിലായിട്ട് LED ലൈറ്റ്സ്, ഹാങ്ങിങ് ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ സിറ്റൗട്ടിന്റെ ഈ ഒരു സൈഡിലാണ് നൽകിയിരിക്കുന്നത്. ഡബിൾ ഡോറിൽ വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇടയിൽ ഗ്ലാസിന്റെ ഡിസൈനിങ്ങും സെൻട്രലായിട്ട് 2 ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോറിന്റെ മുകളിലായിട്ട് അറബിക് കാലിഗ്രാഫി ഡിസൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. സിറ്റൗട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. റൈറ്റ് സൈഡിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ക്രീം കളറിലുള്ള സെറ്റിയാണ് നൽകിയിരിക്കുന്നത്. സെൻട്രലായിട്ട് ടീ ടേബിളും കൊടുത്തിട്ടുണ്ട്. മുകളിൽ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 2 സൈഡിലായിട്ടും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതിൽ സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ലിവിംഗ് സ്പേസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഷോ ഡെക്കോർ ഐറ്റംസ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇടയിൽ LED ലൈറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിലേക്ക് കാണുന്ന വിധത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ടും ഷോ ഡെക്കോർ ഐറ്റംസ് വെക്കാനുള്ള സ്പേസ് നൽകിയിരിക്കുന്നു. ഈ വീടിന്റെ ഓണർ ഇഷ്ടപ്രകാരം നിർമ്മിച്ച വീടാണിത്. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് പ്ലാൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഒരുപാട് ഹോം ടൂർ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണാം, സപ്പോർട്ട് ചെയ്യാം. ലിവിംഗ് സ്പേസിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് പാസ് ചെയ്യുന്ന ഈ ഒരു സ്പേസിൽ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുകളിൽ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡൈനിങ് സ്പേസിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ റൈറ്റ് സൈഡിലാണ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 6 പേർക്ക് ഒരേ സമയം ഇരിക്കാൻ സാധിക്കും. ടോപ്പിലായിട്ട് വൈറ്റ് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. വുഡിൽ കുഷ്യൻ വരുന്ന ചെയറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ 2 സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ടേബിളിനോട് ചേർന്നിട്ട് കാണുന്ന വിൻഡോസ് 4 ഡോർ വരുന്ന വിൻഡോസ് ആണ്. അതിൽ കർട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് സ്പേസിൽ നിന്നും പരിചയപ്പെട്ട ഷോ ഡെക്കോർ ഐറ്റംസ് വെക്കാനുള്ള സ്പേസ് ആണിത്. ഡൈനിങ്ങിലേക്ക് കാണുന്ന വിധത്തിലാണത് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ടുള്ള വോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓറഞ്ച് കളർ പെയിന്റ് ആണ് നൽകിയിരിക്കുന്നത്. മുകളിൽ സീലിംഗിൽ 2 സൈഡിലായിട്ടും ഹാങ്ങിങ് ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. വുഡ് ആൻഡ് പ്ലസ് വൈറ്റ് ആൻഡ് ഓറഞ്ച് കളർ തീമാണ് ഇന്റീരിയറിൽ കളർ ടോൺ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനോട് മാച്ച് ആയിട്ടുള്ള രീതിയിലാണ് ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗി തോന്നിക്കുന്നുണ്ട്. ടേബിളിനോട് ചേർന്നിട്ടുള്ള വോളിൽ ഷോ ഡെക്കോർ ഐറ്റംസ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇടയിൽ LED ലൈറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിനാണ് ഈ ഒരു സ്പേസിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് വാഷിംഗ് ബേസ് യൂണിറ്റ് നൽകിയിരിക്കുന്നത്. വാഷിംഗ് ഏരിയയുടെ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂവർ ഡിസൈനിങ് ആണ് നൽകിയിരിക്കുന്നത്. ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സെൻട്രലായിട്ട് മിററും കൊടുത്തിട്ടുണ്ട്. ഇടയിലൊക്കെ പ്രൊഫൈൽ ലൈറ്റ്സ്, LED ലൈറ്റ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. വൈറ്റ് കളറിലുള്ള വാഷിംഗ് ബേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന്റെ താഴെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഓണർ ഷൗക്കത്തിന്റെ കസിനാണ് ഫാബ്രിക്കേഷൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള വർക്കിനായിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം.
ഇനി ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ്. ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്താണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. 10x10 ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. രണ്ട് സൈഡിലും 3 ഡോറ് വരുന്ന ഒറ്റ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കർട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ബെഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ ഡോറിനോട് ചേർന്നിട്ടുള്ള സൈഡിലാണ് വാൾഡ്രോബ് നൽകിയിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സെൻട്രലായിട്ട് മിററും നൽകിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. സ്റ്റെയർ കേസിന്റെ ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ലിവിങ്ങിൽ നിന്നും കണ്ടിരുന്ന ഷോ ഡെക്കോർ ഐറ്റംസ് വെക്കാനുള്ള സ്പേസ് ആണിത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് 10x10 ആണ്. കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ബെഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലും വിൻഡോസ് നൽകിയിട്ടുണ്ട്. അതിൽ കർട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട്. സെയിം രീതിയിൽ തന്നെയാണ് ബെഡ്റൂമൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കോട്ടിൻ്റെ ഈ ഒരു സൈഡിലാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കൂടെ മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വാളിൽ ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഫ്ലോറിൽ യെല്ലോ കളറിലുള്ള ടൈലും. ഇനി സ്റ്റെയർ കേസിലേക്കാണ്. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡിൽ പ്ലെയിൻ വർക്കാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. അതുപോലെ മുകളിൽ വാർത്തിട്ടില്ല, ആസ്പെറ്റോസ് ആണ് നൽകിയിട്ടുള്ളത്. ഭാവിയിൽ മുകളിലേക്ക് റൂമുകളൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം ബഡ്ജറ്റ് കുറക്കാനും പറ്റിയിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ താഴെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് കോമൺ ബാത്റൂം നൽകിയിട്ടുള്ളത്. ഗ്രേ കളറിലുള്ള ടൈലാണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത്. ഇനി ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ്. വാഷിംഗ് സ്പേസിനോട് ചേർന്നിട്ടാണ് കിച്ചൺ നൽകിയിട്ടുള്ളത്. വുഡിലും ഗ്ലാസ്സിലാണ് കിച്ചണിൻ്റെ ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ ഇനിയും വർക്ക് ബാക്കിയുണ്ട്. 6 പേർക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റിയിട്ടുള്ള ടേബിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. രണ്ട് സൈഡിലും വിൻഡോസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ വാളിനോട് ചേർന്നിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ കിച്ചണിലാണ് ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചൺ റാക്കും നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് സ്റ്റോർ റൂം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി വർക്കിംഗ് കിച്ചണിലേക്കാണ്. വർക്കിംഗ് കിച്ചണിൻ്റെ ഫ്ലോറ് മാർബോണൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വുഡ് ആൻഡ് ടച്ച് വരുന്ന ടൈലാണ് വിരിച്ചിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ്. കൗണ്ടർ ടോപ്പിൻ്റെ താഴായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നാച്ചുറൽ വെന്റിലേഷന് വേണ്ടിയിട്ട് ഇവിടെ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വെളിച്ചം ഇങ്ങോട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഭാഗത്താണ് എൽ ഷേപ്പിലുള്ള കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത്. സെൻട്രലാണ് സിങ്കും നൽകിയിട്ടുള്ളത്. സിങ്കിന്റെ മുകളിൽ അപ്പർ ക്യാബിനറ്റും നൽകിയിട്ടുണ്ട്. വാളിനോട് ചേർന്നിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. മുകളിൽ കിച്ചൺ റാക്കും നൽകിയിട്ടുണ്ട്. രണ്ട് കിച്ചണിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചണിലാണ് വാഷ് മെഷീനും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മുകളിൽ വാർത്തിട്ടില്ല, ആസ്പെറ്റോസ് ആണ് വിരിച്ചിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ എല്ലാ വർക്കുകളും ഉൾപ്പെടുത്തി 18 ലക്ഷത്തോളാണ് ഈ വീടിന് എമൗണ്ട് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു ഹോം ടൂർ വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.